അതിൽ എന്താണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ? എന്താണ് നിങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ നിരത്തുന്ന വാഗ്ദാനങ്ങൾ എന്താണ്? നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള നമ്മുടെ നാടിനകത്തുള്ള നാനാ മേഖലയിൽപ്പെട്ട വിദ്യാഭ്യാസ മേഖലയായിക്കൊള്ളട്ടെ, ആരോഗ്യ മേഖലയായിക്കൊള്ളട്ടെ, സാംസ്കാരിക മേഖലയായിക്കൊള്ളട്ടെ, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ച 10 വർഷക്കാലമാണ് കഴിഞ്ഞു പോയത് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ആൾ നമ്മൾ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഇടയിൽ തന്നെ പല ഘട്ടത്തിൽ എന്താണ് ഇത് ഇന്നൊക്കെ ആണ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് കൃത്യമായി, ജനങ്ങൾക്ക് കൃത്യമായി എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്ന് നേരിട്ട് അനുഭവിച്ചതിൻ്റെ അനുഭവങ്ങളുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വർഷം നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100+ കൂടി UDF അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ നാനാ മേഖലയ്ക്കകത്ത് പ്രശ്നമാണ് എന്ന് മാത്രം പറഞ്ഞ് അങ്ങ് ഒഴിവാക്കുകയല്ല, പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ഒരു വിഷനോട് കൂടി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുക. ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇന്ന് എന്നൊക്കെയാണ് പോരായ്മ എന്ന് പറയുന്നതോടൊപ്പം ഇതിൻ്റെ പരിഹാരം ഇതാണ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തെ നമ്മൾ കാണുകയാണ്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഒരുപാട് പദ്ധതികൾ നമ്മൾ UDFൻ്റെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചതുണ്ട്. അപ്പോൾ അത് ഈ 10 വർഷക്കാലത്തിനിടയിൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു വൻകിട പദ്ധതി പോലും, അല്ലെ സാധാരണക്കാർക്ക് ഗുണകരമാവുന്ന ഏതെങ്കിലും ഒരു പദ്ധതി പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെ പോരായ്മകൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ മാറുക. നമ്മൾ കൊണ്ടുവന്ന കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള നെടുമ്പാശ്ശേരി വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം, അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ, അതുപോലെയുള്ള ഏതെങ്കിലും പദ്ധതികൾ പോലും കൃത്യമായി നമ്മൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിൽ ചിലത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ മാത്രം അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് അവർ പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ നമ്മൾ വെച്ചത് എന്താണ്? ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി മാറ്റുമെന്ന്, സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് ഗുണപരമാകുന്ന രീതിയിൽ 3000 രൂപയാക്കി മാറ്റുമെന്ന് നമ്മൾ പറയുന്നു. ക്യാമ്പസിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം നൽകുമെന്ന് നമ്മൾ പറയുന്നു. ആരോഗ്യ മേഖലയുടെ പ്രതിസന്ധികൾ അങ്ങേയറ്റം പ്രയാസകരമായിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് സാധാരണക്കാർക്ക് ലഭ്യമാക്കുമെന്ന് നമ്മൾ പറയുന്നത്. വനിതകളായിട്ടുള്ള ആളുകൾക്ക്, യാത്രക്കാരുകൾക്ക് നമ്മൾ KSRTCയിൽ സൗജന്യമായിട്ട് യാത്ര അനുവദിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ജനപ്രിയമായിട്ടുള്ള, ഇതൊക്കെ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇതൊന്നും വെറുതെ പറയുന്നില്ല. കർണാടക, തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ സർക്കാർ നടപ്പിലാക്കിയ നമ്മുടെ 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്, രാജസ്ഥാനിലടക്കം കോൺഗ്രസിന്റെ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ് രാഹുൽ ഗാന്ധി വളരെ ക്രെഡിബിൾ ആയിക്കൊണ്ട് ഇവിടെ കേരളത്തിൽ നിന്ന് വന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കടന്നു പോകുന്നു. UDF അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പല ഇടതുപക്ഷങ്ങളുടെ കോട്ടകൾ പോലും വിള്ളലുകൾ വരുത്തിക്കൊണ്ട് നിശബ്ദമായി ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വോട്ടർമാർ തയ്യാറായി നിൽക്കുകയാണ്. അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്.